നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സമരം ഉപേക്ഷിക്കില്ലെന്നും സമരത്തിന്റെ രൂപം മാറ്റുമെന്നും ആശാപ്രവർത്തകർ. കേരളപ്പിറവി ദിനത്തിൽ റാലി നടത്തുമെന്നും ആശമാർ. സംസ്ഥാനത്തെ SIR-ന് തുടക്കം. ആദ്യ എനുമറേഷൻ ഫോം ഗവർണർക്ക് നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കരുതെന്ന് ഗവർണർ. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുവരും അഴിമതിയുടെ രാജകുമാരന്മാരാണെന്നും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും മോദി. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് ഇളവ്. 6 മാസത്തേക്ക് ഉപരോധം നടപ്പാക്കില്ലെന്ന് അമേരിക്ക അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി S. നമ്പൂതിരിയെ പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. ചീനിക്കുഴി കൊലപാതകത്തിൽ പ്രതി ഹമീദിന് വധശിക്ഷ വിധിച്ച് തൊടുപുഴ കോടതി. മകനെയും ഭാര്യയെയും 2 കൊച്ചുമക്കളെയും ഹമീദ് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് 2022 മാർച്ച് 19-ന്. വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയെ ബാറ്റ് ചെയ്യുന്നു. ഓസീസ് 4-ന് 243 റൺസ് എന്ന നിലയിൽ. സമരം ഉപേക്ഷിക്കില്ലെന്നും സമരത്തിന്റെ രൂപം മാറുമെന്നും ആശാപ്രവർത്തകർ. കേരളപ്പിറവി ദിനത്തിൽ റാലി നടത്തുമെന്നും ആശമാർ അറിയിച്ചു. പഞ്ചായത്തുകൾ തോറും പ്രചരണം നടത്തുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ആശമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അപ്പോഴും സമരം ഉപേക്ഷിക്കുന്നില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറിയിട്ടില്ല എന്ന ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ശക്തമായ സമരവുമായി ഇനിയും മുന്നോട്ട് പോകും. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും തങ്ങളുടെ സമരത്തിന്റെ ഫലമായി തന്നെയാണ് ഈ 1000 രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1000 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചെങ്കിൽ ഇപ്പോൾ സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് ഇതിലൂടെ സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ ആവശ്യം 21,000 രൂപ ഓണറേറിയം ആക്കുക എന്നതായിരുന്നു. അത് ഓണറേറിയം 21,000 രൂപ ആക്കുന്നിടം വരെയും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് വരെയും തങ്ങളുടെ സമരം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരാൻ പോവുകയാണ്. വിജ്ഞാപനം വരുന്നതോടുകൂടി തന്നെ സർക്കാരിന് കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പോകാൻ കഴിയില്ല. അതിന് മുന്നോടിയായി ആശാ വർക്കർമാർ 1-ാം തീയതി പ്രത്യേക സമരത്തിന് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിലാണ് അതിനു മുമ്പ് തന്നെ സർക്കാർ ഇത്തരം ഒരു പ്രഖ്യാപനവുമായി രംഗത്തേക്ക് എത്തിയത് എന്ന കാര്യവും അവർ പ്രധാനമായും പറയുന്നു. അതിൻ്റെ ഭാഗമായി 1-ാം തീയതി തങ്ങൾ നടത്താനിരുന്ന സമ്മേളനം അതൊരു മഹാസമ്മേളനം തന്നെയാണ്. ആ മഹാസമ്മേളനം തുടരുക തന്നെ ചെയ്യും. അത് ഒരു പ്രതിജ്ഞാ റാലി, സമരപ്രതിജ്ഞാ റാലിയായി തന്നെ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ സമരത്തിൻ്റെ ഇനിയുള്ള രീതികൾ ഒരു പക്ഷേ കുടിൽ കെട്ടിയുള്ള സമരം അത് ഏത് രീതിയിലാകണം അല്ലെങ്കിൽ സമരത്തിൻ്റെ രൂപം എങ്ങനെ മാറ്റണം എന്നത് സംബന്ധിച്ച അന്ന് വലിയൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകും എന്ന കാര്യവും അവർ വ്യക്തമാക്കി. ഒപ്പം തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് ഈ ആശാ വർക്കർമാർ, ഈ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ എടുക്കുക എന്ന കാര്യവും അവർ സൂചന നൽകി കഴിഞ്ഞു. സർക്കാരിനെതിരെ സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് എതിരെയുള്ള വോട്ട് നൽകരുത് അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് വോട്ട് നൽകരുത് എന്ന ആഹ്വാനവുമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം. എല്ലാ പഞ്ചായത്തുകളിലും തങ്ങളുടെ ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ട്. അവരെ മുൻനിർത്തിക്കൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇവർക്ക് വോട്ട് നൽകരുത്, സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികളായി വരുന്നവർക്ക് വോട്ട് നൽകരുത് എന്ന ആഹ്വാനവുമായി തങ്ങൾ രംഗത്തെത്തും എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തുതന്നെയായാലും 1-ാം തീയതി സമരത്തിൻ്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത രൂപം എന്തായിരിക്കും എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകും. അത് സമരപ്രതിജ്ഞാ റാലിയുടെ ഭാഗമായി തന്നെയാണ് ഉണ്ടാകുന്നത്. വലിയൊരു സമ്മേളനമായി തന്നെ തിരുവനന്തപുരത്ത് ഈ പരിപാടി നടക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ സമരത്തിൻ്റെ 264 ദിവസം തങ്ങളുടെ സമരം എത്തി നിൽക്കുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് തങ്ങൾക്കിപ്പോൾ 1000 രൂപയുടെ വർധനവ് സർക്കാർ വരുത്താൻ നിർബന്ധിതമായിരിക്കുന്നത് എന്നാൽ അത് സർക്കാർ തങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയതിന് തുല്യമാണ് എന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ സമരത്തിൻ്റെ രൂപത്തിൽ അടുത്ത ദിവസം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യവും അവർ വ്യക്തമാക്കി.
ശരി രജത, സമരം ഉപേക്ഷിക്കില്ല എന്നും സമരത്തിന്റെ രൂപം പക്ഷേ മാറ്റുമെന്നും ആശമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ റാലി നടത്തുമെന്നുള്ളതാണ് പുതിയ പ്രഖ്യാപനം. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരത്തിന് തുടക്കമായി. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് SIRന് തുടക്കം കുറിച്ചത്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ആദ്യ എന്യൂമറേഷൻ ഫോം ഗവർണർക്ക് നൽകി. പുതുക്കുന്ന വോട്ടർ പട്ടികയിൽ യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കരുതെന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സമഗ്രവും തെറ്റില്ലാത്തതുമായ വോട്ടർ പട്ടിക അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുവരും അഴിമതിയുടെ രാജകുമാരന്മാരാണെന്നും ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുകയാണെന്നും മോദി വിമർശിച്ചു. മുസാഫർപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇന്ത്യാ സഖ്യത്തെ കടന്നാക്രമിച്ചായിരുന്നു മോദിയുടെ പ്രസംഗം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും RJD നേതാവ് തേജസ്വി യാദവിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് മോദി ഉന്നയിച്ചത്. ഒരാൾ രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ കുടുംബത്തിലെ രാജകുമാരനും മറ്റൊരാൾ ബീഹാറിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ കുടുംബത്തിലെ രാജകുമാരനുമാണെന്ന് മോദി പറഞ്ഞു. और बिहार में RJD क्या करती है? इतना सारा हो रहा है, RJD को सांप सूंघ जाता है. और इस बार तो इस चुनाव में इन लोगों ने सारी हदें पार कर दी है. രാഹുലും തേജസ്വിയും തന്നെ നിരന്തരം അധിക്ഷേപിക്കുകയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങളല്ല യഥാർത്ഥ വാർത്തയെന്നും RJDയിലും കോൺഗ്രസിലും നടക്കുന്ന ചേരിപ്പോരാണ് വാർത്തയെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലും തേജസ്വിയും തങ്ങൾക്കിടയിൽ ഒരു തർക്കവുമില്ലെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധികാരത്തോടുള്ള ആർത്തിയാണ് അവരെ ഒരുമിപ്പിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ദരിദ്രരുടെ അവകാശങ്ങളെയാണ് RJD കൊള്ളയടിച്ചതെന്നും അവർക്ക് ബീഹാറിന് നന്മ ചെയ്യാൻ കഴിയില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. ഛാത്ത് പൂജയിൽ പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയ്ക്കും മോദി മറുപടി നൽകി. ഛാത്ത് പൂജയെ കോൺഗ്രസ് അപമാനിച്ചെന്നും ബീഹാറിലെ ജനങ്ങൾ വോട്ടിലൂടെ അതിന് മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു. हर उस व्यक्ति का अपमान है जो छठी मैया में श्रद्धा रखता है. और मैं जानता हूं छठ पूजा के इस अपमान को बिहार चुनाव नहीं, आने वाले सैकड़ों साल तक भूलने वाला नहीं है. എന്നാൽ മോദിയുടെ വാക്കുകൾ ബീഹാറിലെ ജനം തള്ളുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. രാഹുലിന്റെ പ്രസ്താവന മോദി വളച്ചൊടിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് US ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്ക് 6 മാസത്തെ ഇളവ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാര കരാറിനായി ഇന്ത്യയും USഉം തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ വ്യാപക ഉപരോധങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ മാസം മുതൽ തുറമുഖത്തിന് US ഉപരോധം ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാനുമായി വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമാണ് ചബഹാർ. ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി 2018 നൽകിയ ഉപരോധ ഇളവായിരുന്നു സെപ്റ്റംബറിൽ US പിൻവലിച്ചത്. 2018 ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് പ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴിയിലെ പ്രധാന ഹബ്ബാണ് ചബഹാർ എന്ന പ്രത്യേകതയുമുണ്ട്. ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 10% കുറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുസാംഗിലെ നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് 57% നിന്ന് 47% കുറച്ചത്. നിലവിലെ കരാർ 1 വർഷം കൂടി നീട്ടാനും തീരുമാനമായി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സഹകരണം മെച്ചപ്പെടുത്താൻ തുടർ ചർച്ചകൾ നടക്കും. ഇതിനായി ട്രംപ് ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്നുള്ള സൂചനയുമുണ്ട്. ധാതുവസ്തുക്കളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുവെന്നും ഇനി വിതരണത്തിനോ വ്യാപാരത്തിനോ തടസ്സമുണ്ടാകില്ല എന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ അമേരിക്കയിൽ നിന്ന് സോയാബീൻ വീണ്ടും വാങ്ങുന്നതിന് ചൈന നടപടികൾ സ്വീകരിച്ചിരുന്നു. കൂടിക്കാഴ്ച ഫലപ്രദമെന്ന് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയെ വീണ്ടും മഹത്വവൽക്കരിക്കുന്നതിന് ചൈനയുടെ വികസനം തടസ്സമല്ല എന്ന് ഷീ ജിൻപിങ് പ്രതികരിച്ചതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
CPIക്കെതിരെ കടുത്ത വിമർശനമുണ്ടായി എന്നത് തികച്ചും വ്യക്തിപരമാണെന്നും തനിക്കതിൽ ഒരു പരാതിയുമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. GR അനിലും പ്രകാശ് ബാബുവും നടത്തിയ പ്രസ്താവന ശരിയായില്ല എന്ന് തോന്നി, അതാണ് തുറന്നു പറഞ്ഞത്. മന്ത്രി GR അനിൽ തന്നെക്കുറിച്ച് പറഞ്ഞതും വേദനയുണ്ടാക്കി. AISF, AIYF തനിക്കെതിരെ നടത്തിയ പ്രതിഷേധങ്ങളും കോലം കത്തിച്ചതുമൊക്കെ വേദനിപ്പിച്ചു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപത്തെക്കാളും രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് വേദനയുണ്ടാക്കി. എന്നാൽ ഇക്കാര്യത്തിൽ രൂക്ഷമായി വിമർശനം താൻ ഉന്നയിച്ചു എന്നത് തെറ്റായ വാർത്തയാണെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. AIYF എന്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല. കാരണം CPI, CPM നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. അത് ഞാൻ ഒരു മാധ്യമം ചോദിച്ചപ്പോൾ എന്റെ തുറന്നൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരേ സഭയിൽ ഒരേ നിലയിലിരിക്കുന്ന മന്ത്രിമാരാണ് GR രാജനായാലും. അല്ല, അതോടൊപ്പം തന്നെ പിന്നെ ബിനോയ് വിശ്വം സഖാവിനെ കാണാൻ വേണ്ടി ആഫീസ് ചെന്നപ്പോ ബിനോയ് വിശ്വം നന്നായിട്ടാണ് സ്വീകരിച്ചത്, നന്നായിട്ടാണ് പെരുമാറിയത്, നല്ല വർത്താനമാണ് പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം നല്ല മതിപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയതിനുവേണ്ടി തയ്യാറായത്. ചില പിന്നെ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടതുപോലെ രൂക്ഷമായ വിമർശനം CPI എന്ന് പറഞ്ഞാൽ അത് തെറ്റായ വാർത്തയാണ്. അങ്ങനെ ഒരു വിമർശവും രൂക്ഷമായ ഒരു വിമർശവും CPIക്കെതിരായിട്ട് എനിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. CPIക്കെതിരായിട്ട് ഒരു വിമർശവും എനിക്ക് എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. അത് PM ശ്രീയായിട്ട് യാതൊരു ബന്ധമില്ല. CPI, CPM ബന്ധമായിട്ട് CPI, CPM തമ്മിലുള്ള ഒരു പോരാട്ടവുമായിട്ട് യാതൊരു ബന്ധമില്ല. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമ്പോൾ സർക്കാർ നേരിടുന്നത് സങ്കീർണമായ പ്രശ്നങ്ങൾ. മന്ത്രിസഭാ ഉപസമിതിക്ക് കേന്ദ്ര പദ്ധതിയിന്മേൽ കൂടുതൽ പുനഃപരിശോധന നടത്താനും കഴിയില്ല. കേരളത്തിന് ഏകപക്ഷീയമായി നിലപാടെടുക്കാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയാൽ മറ്റൊരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കും. സാമ്പത്തിക ഞെരുക്കത്തിനിടെ വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളത്തിന് കിട്ടേണ്ട കോടികളുടെ ഫണ്ടുകൾ പാഴാക്കിയെന്ന ആക്ഷേപത്തിനും സർക്കാർ മറുപടി നൽകേണ്ടി വരും. PM ശ്രീ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കരാർ റദ്ദാക്കാനും പിൻവലിക്കാനും അധികാരമുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മാത്രമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കുമെന്നും PM ശ്രീ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകളുടെ പ്രധാന ലക്ഷ്യം ഇതാണെന്നും MOU പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിക്ക് ഏത് രീതിയിലുള്ള പുനഃപരിശോധനയാകും പദ്ധതിയിന്മേൽ നടത്താനാവുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തു മാറ്റം വരുത്തിയാലും കേന്ദ്രമാണ് അന്തിമമായ അംഗീകാരം നൽകേണ്ടത്. ഒപ്പിട്ട് കഴിഞ്ഞ പദ്ധതി എത്ര കാലം മരവിപ്പിച്ച് സംസ്ഥാനത്തിന് നീട്ടിക്കൊണ്ടു പോകാനാകും എന്നതും മറ്റൊരു ചോദ്യമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി കത്തയക്കുമ്പോൾ കേന്ദ്രത്തിന്റെ തുടർ നീക്കവും ഈ വിഷയത്തിൽ പ്രധാനമാണ്. സർവശിക്ഷാ അഭിയാനിൽ 300 കോടി രൂപ കേരളത്തിന് അനുവദിക്കാനിരിക്കുമ്പോഴാണ് PM ശ്രീയിൽ നിന്ന് പിന്നോട്ടു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഫണ്ടുകളും കേരളത്തിന് ലഭ്യമാകില്ല എന്നതും ഉറപ്പായി കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളത്തിന് കിട്ടാവുന്ന കേന്ദ്ര ഫണ്ടിന്റെ കാര്യം പ്രതിസന്ധിയിലാകുന്നത്. അതേസമയം PM ശ്രീയിൽ നിന്ന് കേരളത്തിലെ ഏകപക്ഷീയമായി പിന്മാറാനാകില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്താൽ നിയമ പോരാട്ടത്തിനായി കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും. കേന്ദ്രവുമായി അതിവേഗത്തിൽ ഒപ്പിടുകയും അതിവേഗത്തിൽ പിന്മാറുകയും ചെയ്ത PM ശ്രീയുടെ കാര്യത്തിൽ കേരളം നേരിടാൻ പോകുന്ന സങ്കീർണതകൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി നിയോഗിച്ചത് CPIയെ പറ്റിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരും അറിയാതെ പോയി ഒപ്പുവെച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കേരളം കടക്കണിയിലേക്ക് പോവാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പം എവിടെന്നാ പൈസ വന്നത്? സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വധശിക്ഷ. പ്രതി ചീനിക്കുഴി ആലിയക്കുന്നേൽ ഹമീദിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. തൊടുപുഴ മുട്ടം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് വിധി പറഞ്ഞത്. 2022 മാർച്ച് 19 ശനിയാഴ്ച പുലർച്ചെ 12:30 ആലിയക്കുന്നിൽ ഹമീദ് അരുംകൊല നടത്തിയത്.
മകൻ മുഹമ്മദ് ഫൈസൽ, മകന്റെ ഭാര്യ ഷീബ, പെൺമക്കളായ മെഹ്റിൻ, അസ്ന എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പിയെറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അർദ്ധരാത്രി ഫൈസലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി 2 പെട്രോൾ കുപ്പികൾ തീ കൊളുത്തി ഇയാൾ ജനൽ വഴി അകത്തേക്കെറിഞ്ഞു. നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഉറക്കമുണർന്ന് ഓടിയെത്തിയ അയൽവാസികൾക്ക് അകത്തേക്ക് കടക്കാനായില്ല. 4 പേര് മുറിക്കുള്ളിൽ വെന്തു മരിക്കുകയായിരുന്നു. ഹമീദിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി എം സുനിൽ മഹേശ്വരൻ പിള്ള ഹാജരായി. പ്രോസിക്യൂഷൻ 71 സാക്ഷികളെയും പ്രതിഭാഗം 3 സാക്ഷികളെയും വിസ്തരിച്ചു. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചാണ് ഹമീദ് കൃത്യം ആസൂത്രണം ചെയ്തത്. നിർണായക സാക്ഷിമൊഴികൾക്കും സാഹചര്യ തെളിവുകൾക്കും പുറമെ പ്രതി കുറ്റം സമ്മതിക്കുക കൂടി ചെയ്തതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചത്. സർക്കാർ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് 1ാം പ്രതി. രണ്ടാനമ്മ ദേവിക അന്തർജനം എന്ന റംല ബീഗമാണ് 2ാം പ്രതി. 2013 ഏപ്രിൽ 29-നാണ് അതിഥി മരിച്ചത്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടായെന്ന് ഹൈക്കോടതി വിലയിരുത്തി. കൊല്ലമായൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാകാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ചു. ആയൂർ വഞ്ചിപ്പേട്ടി ഈട്ടിവിള തെക്കേതിൽ വീട്ടിൽ 36 വയസ്സുള്ള റജീല ഗഫൂറിനാണ് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. റജീലയുടെ ദേഹത്ത് സാത്താൻ കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജീലയെ സജീർ കൊണ്ടുപോയിരുന്നു. മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ഭസ്മവും തകിടും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞതോടെ റജീലയും സജീറും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് അടുപ്പിലിരുന്ന മീൻകറി സജീർ റജീലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. റജീലയുടെ നിലവിളി കേട്ട നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി റജീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റജീലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ട്. റജീലയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് ഭർത്താവ് സജീറിനെതിരെ കേസെടുത്തു. ശബരിമലയിൽ സഹായികളായി എത്തുന്ന അവതാരങ്ങളെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് മേൽശാന്തിക്ക് സഹായികളെ നൽകാൻ ബോർഡ് ആലോചിക്കുകയാണെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ഇതിനായി തെരഞ്ഞെടുക്കും. നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളാണ്. സഹായികൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്നും പ്രശാന്ത് കൊച്ചിയിൽ പറഞ്ഞു. 98-ലെ ചില രേഖകൾ ഉണ്ട്. അതെല്ലാം കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി അത് ലഭ്യമാക്കി കൊടുക്കുവാനുള്ള ഒരു ടീമിനെ തന്നെ ഞങ്ങളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ മീറ്റിംഗ് ആയിരുന്നു. ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി. ഓരോ ഇടത്താവളങ്ങളിലും മീറ്റിംഗ് കൂടി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അവിടെ ഈ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അല്ല, ഇത്തവണ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം മേൽശാന്തിമാരുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പോലീസ് വെരിഫിക്കേഷൻ വേണം. ഞങ്ങളുടെ ഞങ്ങളുടെ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന ഉണ്ടാവും. മാത്രമല്ല ഞങ്ങളിപ്പോ ആലോചിക്കുന്നത് ഇപ്പോ ഈ മേൽശാന്തിമാരോടൊപ്പം വരുന്നവരൊക്കെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. അവർ തീരുമാനിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുന്നത്, ഞങ്ങളുടെ തന്നെ മേൽശാന്തിമാരുണ്ട് ഞങ്ങളുടെ അമ്പലങ്ങളിലുള്ള. അത് എങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഒരു 20 പേരെയാണ് അവർക്ക് ആവശ്യം. ആ 20 പേരെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചും ബോർഡ് ഗൗരവമായി ആലോചിക്കും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവായത്. തുടർന്ന് ഇയാളെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയി. നാളെ വീഡിയോ കോൺഫറൻസിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അടുത്ത മാസം 3-ന് ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കേസിലെ 2ാം പ്രതി മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധിയും നാളെ അവസാനിക്കും. കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടെ സർക്കാരിന് പുതിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ കടമ്പകളേറെ. നവംബർ 1 മുതൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് അധികമായി കണ്ടെത്തേണ്ടത് 10,000 കോടി രൂപയാണ്. സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസം എന്ന ധനമന്ത്രി എത്ര തന്നെ ആവർത്തിച്ചാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളാകും സർക്കാർ തേടുക. വരുമാനത്തിന്റെ ഏറിയ പങ്കും ശമ്പളം, പെൻഷൻ, പരിശീലനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നിലവിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും പണമില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയാണ്. 1 വർഷത്തോളം പെൻഷൻ കുടിശ്ശികയുള്ള പല ക്ഷേമനിധി ബോർഡുകൾ വേറെ.
ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക പോലും നൽകാനാകുന്നില്ല. നിലവിലെ സാമൂഹ്യക്ഷേമ പെൻഷനായ 1600 രൂപ നൽകുന്നത് പോലും പെൻഷൻ കമ്പനി രൂപീകരിച്ചാണ്. ഈ പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും അധിക ബാധ്യതയുടെ പേരിലാണ് കേന്ദ്രം പല വിഹിതവും വെട്ടിക്കുറച്ചിട്ടുള്ളത്. ബജറ്റിന് പുറത്ത് കടമെടുക്കുന്നതിനെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നിലപാടിനെതിരെ നിയമ പോരാട്ടം വരെ നടത്തുകയാണ് കേരളം. GST ഉൾപ്പെടെ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതിൽ കേരളം കടുത്ത ഞെരുക്കത്തിലുമാണ്. ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് വീണ്ടും 10,000 കോടി അധിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത്. PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നതോടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പല ഫണ്ടും അവതാളത്തിലാകും. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലാകുമ്പോൾ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനായി മറ്റു മാർഗങ്ങൾ സർക്കാരിന് തേടേണ്ടി വരും. ട്രാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് തന്നെയാകും സർക്കാരിന് മുന്നിലെ ഏക വഴി. ഇപ്പോൾ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ 25% പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കൂടുതൽ കടക്കണിയിലേക്കാകും തള്ളിവിടുക എന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. LDF അധികാരത്തിൽ വരും മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണെന്നും 4.5 കൊല്ലം ഇത് ചെയ്തില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പം 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മോദി സ്റ്റൈലിലേക്കാണ് പിണറായിയുടെ നോട്ടമെന്നും KC ഡൽഹിയിൽ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ പിണറായിയും ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. 5 വർഷം മുമ്പ് വന്ന ഗവൺമെൻറ് അന്ന് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പോലും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവസാനം പേരിന് ചില വർധനവ് നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ 400 രൂപ വർദ്ധിച്ചു. അവർ തന്നെ പറഞ്ഞ് 2500 ആക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും 2000 നിൽക്കുന്നത്. 5 കൊല്ലം മുമ്പ് 2500 ആക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും 2000 നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ആശാമാർക്ക് കിട്ടുന്നത് 33 റുപ്യാണ് അധികം കിട്ടുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും. KSRTC സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനിലേക്ക് കടക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ബജറ്റ് ടൂറിസം സെല്ലിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രാ കാർഡ് പദ്ധതിയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. KSRTC ഷെഡ്യൂളിംഗിനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയിൽ AI സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുന്നത്. തന്റെ മനസ്സിലെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. എല്ലാ രംഗത്തും ടോട്ടൽ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എക്സ്പോയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത ടോട്ടൽ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയാകുകയാണ്. AI അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ്. ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. കൊറിയർ സംവിധാനം സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അക്കൗണ്ട് സംവിധാനങ്ങൾ ഓൺലൈൻ ആക്കിയെന്നും മന്ത്രി പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന പദ്ധതിയായ ഹാപ്പി ലോങ് ലൈഫ് സൗജന്യ യാത്രാ കാർഡ് പദ്ധതിയുടെ പ്രഖ്യാപനവും വിതരണോദ്ഘാടനവും KSRTC ചീഫ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു.
KSRTC വാഹനങ്ങൾ വൃത്തിയാക്കുന്നതിൽ കുടുംബശ്രീയുമായി സഹകരിച്ച് പുതിയ പ്രോജക്ട് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബജറ്റ് ടൂറിസം സെല്ലിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഗണേഷ് കുമാർ നിർവഹിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം നിലമ്പൂരിൽ കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി വയോധികന് പരിക്ക്. കരുളായി മുണ്ടക്കടവ് നഗറിലെ ശങ്കരനാണ് കരടിയുടെ ആക്രമണത്തിന് ഇരയായത്. ഇന്ന് രാവിലെയാണ് സംഭവം. കാട്ടിൽ നിന്ന് പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ശങ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എട്ട് മാസങ്ങൾക്ക് ശേഷം നടൻ മമ്മൂട്ടി കേരളത്തിലേക്ക് തിരിച്ചെത്തി. UK-യിലെ ഷൂട്ടിങ്ങിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ചെന്നൈയിലെത്തിയത്. മന്ത്രി പി രാജീവ്, അൻവർ സാദത്ത് MLA എന്നിവർ കൊച്ചി വിമാനത്താവളത്തിലെത്തി മമ്മൂട്ടിയെ സ്വീകരിച്ചു. മമ്മൂട്ടിയുടെ ആരാധകരുടെ ഒരു പട തന്നെ വിമാനത്താവളത്തിലുണ്ടായിരുന്നു. സ്വന്തമായി ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം വീട്ടിലേക്ക് പോയത്. കഴിഞ്ഞ മാർച്ചിലാണ് മമ്മൂട്ടി ചികിത്സയുടെ ഭാഗമായി ചെന്നൈയിലേക്ക് പോയത്. ചികിത്സ പൂർത്തിയാക്കി പാട്രിയോട്ട് സിനിമയുടെ ചിത്രീകരണത്തിനായി ഹൈദരാബാദിലേക്കും അവിടെ നിന്നും ലണ്ടനിലേക്കും പോയിരുന്നു. ഇതേ സിനിമയുടെ ബാക്കി ഭാഗങ്ങളുടെ ചിത്രീകരണം കൊച്ചിയിലും തുടരും. നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന തുടക്കത്തിന്റെ പൂജ നടന്നു. സഹോദരനും നടനുമായ പ്രണവ് മോഹൻലാൽ ക്ലാപ്പ് അടിച്ചുകൊണ്ട് സിനിമയ്ക്ക് തുടക്കം കുറിച്ചു. മക്കൾ സിനിമയിലേക്ക് വരുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും അവർ അഭിനയിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ എത്തി. ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവൂർ വിസ്മയ മോഹൻലാൽ തുടക്കം ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ ജൂഡ് ആന്റണി ജോസഫ്. വിസ്മയ മോഹൻലാൽ തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയുടെ പൂജാവേളയിൽ സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. So actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. Actually മായ എന്നിട്ട് ഒരു few years ago ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു, ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിൻ്റെ പറ്റി അവരെന്തെങ്കിലും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ വന്നപ്പോൾ ഇത്തരം ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു. ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എന്നെ എൻ്റെ കൂടെയുള്ളതായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും. 48 yearsആയി. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുന്നു. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ്. ആന്റണിയുടെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സമവായ ചർച്ചകൾക്ക് ശേഷവും സമസ്തയിൽ തമ്മിലടി തുടരുന്നു. ചർച്ചയിലെ തീരുമാനങ്ങളെ ചൊല്ലിയാണ് പുതിയ വിവാദം. സബ് കമ്മിറ്റികൾക്ക് മുകളിലല്ല കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹമീദ് ഫൈസി അമ്പലക്കടവും അതിനു മറുപടിയുമായി അബ്ദുൾ സമദ് പൂക്കോട്ടൂരും രംഗത്തെത്തി.
സമസ്തയിലെ രൂക്ഷമായ ഭിന്നത പരിഹരിക്കാനാണ് 100ാം വാർഷിക സമ്മേളന പ്രവർത്തനം ഏകോപിപ്പിക്കാനായി 7-അംഗ സമിതിക്ക് രൂപം നൽകിയത്. MC മായിൻ ഹാജി ചെയർമാനും മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററുമായാണ് സമിതി. ഇത് മാധ്യമങ്ങളിൽ വന്നതോടെയാണ് വാർത്ത തള്ളി സംസ്ഥാന നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയത്. സമ്മേളന കോർഡിനേറ്റർമാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് 7-അംഗ സമിതിയെ വെച്ചതെന്നും കോർഡിനേഷൻ കമ്മിറ്റി സബ് കമ്മിറ്റികൾക്ക് മുകളിലല്ലെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. ചാനലുകൾക്ക് നൽകിയത് കള്ളവാർത്തയാണെന്നും വാർത്ത കൊടുത്തവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണമെന്നും ഹമീദ് ഫൈസി പറഞ്ഞു. സംഭവം വിവാദമായതോടെ മറുപടിയുമായി എതിർപക്ഷം രംഗത്തെത്തി. സബ് കമ്മിറ്റികളുടെ കോർഡിനേഷനു വേണ്ടി തന്നെയാണ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചതെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന വോയിസ് മെസ്സേജ് കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സമയത്ത് അത് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ വന്നതിന് നമ്മൾ നേരിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരം ഈ സമിതി ഉടനെ ചേരാമല്ലോ. ആകെ ഇതിലുള്ള ആളുകൾ 7 പേരാണ്. ആ 7 പേരെ വിളിച്ച് ഉടനെ ചേർന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അതിനെതിരെ നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രതികരിക്കില്ല, തെറ്റാണെന്ന് പറഞ്ഞിട്ട് മുഷാവറക്ക് മേലെ ഒരിക്കലും ഒരു സമിതി വരില്ലല്ലോ. സമസ്തയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാനായി എടുത്ത തീരുമാനങ്ങൾക്ക് കടകവിരുദ്ധമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണമെന്നും സമസ്തയിലെ പ്രശ്നങ്ങളുടെ കാരണം അമ്പലക്കടവാണെന്നും MC മായിൻ ഹാജിയും തുറന്നടിച്ചു. സമസ്തയിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത്. സമസ്തയിലെ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ വിഷയങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നേതാക്കൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനൊരു വോയിസ് വന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. സമവായമുണ്ടാക്കാനായി ഉണ്ടാക്കിയ സമിതിയുടെ പേരിൽ തന്നെ പുതിയ വിവാദങ്ങൾ ഉടലെടുത്തതോടെ സമസ്തയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഉടമ ആന്റോ അഗസ്റ്റിൻ അടക്കം 9 പേർക്കെതിരെയാണ് കേസ്. ബാംഗ്ലൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ചാണ് കേസ്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് മാനനഷ്ട കേസ്. 7 ദിവസത്തിനുള്ളിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം 100 കോടി രൂപ നൽകണമെന്ന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ നോട്ടീസിൽ പറയുന്നു. മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേനയാണ് 100 കോടി രൂപയുടെ നോട്ടീസ് നൽകിയത്. റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് TV പ്രസാദ് എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് കേസ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ റിപ്പോർട്ടർ TV ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് BPL വ്യക്തമാക്കിയിരുന്നു. 2003 സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ നിയമപരമായി സാധുതയില്ലാത്തവയാണെന്ന് BPL ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. 2 ഏക്കർ വിസ്തൃതിയിൽ സമ്പൂർണ്ണ യൂറോപ്യൻ ശൈത്യകാല അനുഭവം സമ്മാനിക്കുന്ന സമ്മർ ഇൻ ബത്ലഹേം മെഗാ ഫെസ്റ്റിന് കൊല്ലത്ത് നവംബർ 1 തുടക്കം. ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡാണ് തിരുമുല്ലവാരം ബീച്ചിൽ ത്രൈമാസ ഫെസ്റ്റ് ഒരുക്കുന്നത്. 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്നോ വേൾഡ് ആണ് പരിപാടിയുടെ പ്രധാന ആകർഷണം. റോയൽ ബ്രിട്ടീഷ് പരേഡ്, ഫ്ലമിംഗോ ഡാൻസ് തുടങ്ങി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കലാപരിപാടികളും ഫെസ്റ്റിൽ അരങ്ങേറുമെന്ന് ചുങ്കത്ത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് പറഞ്ഞു. ഫേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 2 ഏക്കർ പ്രോപ്പർട്ടി യൂറോപ്യൻ സിറ്റികളുടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം. ഇപ്പോൾ ഒരു യൂറോപ്പിൽ ആരൊക്കെ പോയാലും കാണുന്ന പ്രധാനപ്പെട്ട മൊണുമെൻറ്റുകൾ മുഴുവൻ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 10 അടി പൊക്കത്തിൽ റീക്രിയേറ്റ് ചെയ്ത് യൂറോപ്പിലെ തണുവും യൂറോപ്പിലെ മഞ്ഞും അതുപോലെ തന്നെ യൂറോപ്പിലെ ഫുഡും യൂറോപ്പിലെ കൾച്ചറും, അതായത് അവരുടെ സ്റ്റേജ് ഷോകളൊക്കെ അവിടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്പാനിഷ് വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്നു. ഓസീസ് 6-ന് 300 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ ലീച്ച്ഫീൽഡിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ LC പെരിയയുടെയും പ്രകടനമാണ് ഓസീസിന് കരുത്തായത്.